ഹലോ. അങ്ങനെ പെട്ടെന്ന് ഇന്ന് ചൊവ്വാഴ്ച മിനിഞ്ഞാന്നുമായിട്ട് ഒരു പടത്തിൽ അഭിനയിക്കാനൊരു വിളി വന്നു. അപ്പോൾ അതങ്ങ് ഓക്കെയായി. അങ്ങനെ പെട്ടെന്ന് ഏലപ്പാറ വരെ യാത്ര ചെയ്യേണ്ടി വരിക. ഏലപ്പാറയാണെന്നാണ് വിശ്വാസം. ആ ഭാഗമാണ് ഏലപ്പാറ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഷൂട്ട് മറ്റന്നാൾ തുടങ്ങും. നാളെ പൂജ കാര്യങ്ങളൊക്കെ. പോത്തൻ ദിലീഷ് പോത്തൻ, പിന്നെ വിജയരാഘവൻ സാറ്, ഷാജോൻ ചേട്ടൻ, ലെന, കനി കുസൃതി, ഇവരൊക്കെയാണ് മെയിൻ ആർട്ടിസ്റ്റ്. എനിക്കും കുറച്ച് ദിവസത്തെ വർക്ക് ഉണ്ട്. ഞാനിപ്പോൾ ആക്ച്വലി പെട്ടെന്നാണ് റെഡി ഒക്കെ ആയത്. പെട്ടിയൊന്നും റൈറ്റായിട്ട് പാക്ക് ചെയ്യാൻ തന്നെ സമയം കിട്ടിയില്ല. ആക്ച്വലി 2 ദിവസം കൂടെ കഴിഞ്ഞ് ഞാൻ ജോയിൻ ചെയ്താൽ മതി എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നെ അത് ഇന്ന് തന്നെ ചെല്ലണം, നാളെ പൂജയ്ക്കും വേണം അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഇപ്പോൾ ഇന്ന് തന്നെ പോകേണ്ടി വന്നു. ഇപ്പോൾ അങ്ങനെ ആ ഹൈ റേഞ്ചിലോട്ട് മഴ കാരണം ഒരു സമയം കഴിഞ്ഞാൽ വണ്ടി കയറ്റി വിടുന്നില്ല, അങ്ങനെ എന്തൊക്കെയുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് 2 ആകുമ്പോൾ ഇറങ്ങിയാലേ അങ്ങ് അവിടെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ചെല്ലും. അപ്പോൾ ആ ഒരു ഇതിലാണ്. സമയം 1:45. ഇനി ഞാൻ എൻ്റെ പെട്ടിയിലെടുത്തിട്ടേ ഉള്ളൂ. അതെല്ലാം ഒന്നുകൂടെ അടുക്കിയൊക്കെ വെക്കണം. ഇപ്പോൾ എനിക്കൊരു 5 ദിവസത്തെ ഷൂട്ടേ ഉള്ളൂ. ഞാനൊരു 5-6 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വരും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒരു 3-4 ദിവസം കഴിയുമ്പോൾ പോകും. അങ്ങനെയാണ് ഇപ്പോൾ. അങ്ങനെ പ്രൊഡക്ഷനിൽ തന്നെ വണ്ടി വിളിക്കാൻ വന്നു. ഇന്നോവയാണ്. ഞാനും വേറൊരു ആർട്ടിസ്റ്റും കൂടെയാണ് പോകുന്നത്. വണ്ടിയിൽ നിറയെ ആർട്ടിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതാണ് നിങ്ങൾ ആ ബാക്കിൽ നിന്ന് കാണുന്നത്. ഇത് കാരണം എന്നെ പിക്ക് ചെയ്യാൻ വരാനും ഒരു 1 hour ലേറ്റായി. അപ്പോൾ ജസ്റ്റ് ട്രാവൽ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. നമുക്ക് തൃപ്പൂണിത്തുറ എന്നാണ് അവിടെ നിന്ന് വേറൊരു ആർട്ടിസ്റ്റിനെ പിക്ക് ചെയ്യേണ്ടത്. എൻ്റെ കൂടെ ആദ്യം ഹേമന്ത് മേനോനും ഞാനും കൂടെയാണ് പോകുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ ഇപ്പോൾ വേറൊരു വാസുദേവൻ എന്ന് പറഞ്ഞൊരു ചേട്ടൻ, ഒരു അഡ്വക്കേറ്റിൻ്റെ റോൾ ചെയ്യുന്ന ഒരു ചേട്ടൻ, ആ ചേട്ടനും ഉണ്ട് കൂടെ. അപ്പോൾ എനിക്ക് ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത് തല കറങ്ങും. ചിലർക്ക് മോഷൻ സിക്നസ് ആണല്ലോ. എനിക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇല്ല. പക്ഷേ എനിക്ക് തല കറക്കം, തല ചുറ്റിക്കൊണ്ടേയിരിക്കും. അത് ഈ ഹെയർ പിൻ ടേൺസ് വരുമ്പോഴാണ് പ്രശ്നം. എനിക്ക് ഫ്ലൈറ്റ് കുഴപ്പമില്ല, ട്രെയിൻ കുഴപ്പമില്ല, വേറെ ഒന്നും റോഡ് ജേർണി ഒന്നും പ്രശ്നമില്ല. പക്ഷേ ടേൺസ് ആണെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, ആ രീതിയിൽ തല ഇറങ്ങിക്കൊണ്ടിരിക്കും. എനിക്ക് ഫോൺ നോക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഭയങ്കര പ്രശ്നങ്ങളാണ്. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ ഫോണൊക്കെ അങ്ങ് എടുത്ത് മാറ്റി വെച്ചിട്ട് സെൽഫായിട്ട് അതിന് വേണ്ടിയിട്ടൊരു പ്രിപ്പറേഷൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ ഫോൺ അങ്ങ് എടുത്ത് മാറ്റി. എന്നിട്ട് അമ്മ 2-3 തവണ വിളിച്ചു. പെട്ടെന്നുണ്ടായൊരു വർക്കായിരുന്നു. അതുകൊണ്ട് അമ്മ അവിടെ എത്തിയോ ഇല്ലയോ എങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് 2-3 തവണ വിളിച്ചു. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ റാണി എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ കയറി കഴിച്ചു. അങ്ങനെ ഡ്രൈവറിനോട് കഴിക്കണം എന്ന് കൂടുതലുള്ള ആർട്ടിസ്റ്റ് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അങ്ങനെ കയറിയതാണ് റാണി. അങ്ങനെ നമ്മുടെ ലൊക്കേഷനിലെത്തി. റിസോർട്ടിലാണ് സ്റ്റേ. നല്ല റിസോർട്ടാണ്. നൈറ്റായി എത്തിയത്. ഞാനങ്ങനെ ഒരു 3.5 മണിക്കൂർ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് കൊച്ചിയിൽ നിന്ന് കുട്ടിക്കാനം എത്തി. വീട്ടുകാരോട് വരാറുണ്ട് കുട്ടിക്കാനം. വീട്ടുകാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മയ്ക്കും അച്ഛനും അനിയനും ഒക്കെ ഹിൽ സ്റ്റേഷൻസ് വരാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ ടേൺസ് പറ്റില്ല. ടേൺ കാണുമ്പോഴേ എൻ്റെ തല ഇറങ്ങി തുടങ്ങും. വളവുകൾ. പിന്നെ അങ്ങനെ യാത്ര ചെയ്താലോ അത് കഴിഞ്ഞ് കുറേ സമയമെടുക്കും ഞാൻ ഒന്ന് നോർമലായി വരാൻ. ഇങ്ങനെ തലകറക്കമായിരിക്കും. ചിലർക്ക് മോഷൻ സിക്നസ് കാണുമല്ലോ, വോമിറ്റിംഗ് ഒക്കെ. എനിക്ക് അതൊന്നുമില്ല. പക്ഷെ ഇങ്ങനൊരു പ്രശ്നം, ഭയങ്കര തലകറക്കം. ഞാൻ ഇങ്ങനെ വിചാരിക്കും, ഇങ്ങനെ ദിസ് ഓർ ദാറ്റ് സെഗ്മെൻറ്റ് കാണുമല്ലോ. അപ്പോൾ അതിൽ എന്നോട് ബീച്ച് ഓർ മൗണ്ടൻ എന്ന് ചോദിച്ചാൽ നൺ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് ഞാൻ അപ്പം തന്നെ പറയും. എനിക്ക് ബീച്ചും ഇഷ്ടമല്ല, മൗണ്ടനും ഇഷ്ടമല്ല. എനിക്ക് കൂട്ടാരെങ്കിലും കാണുമെന്ന് ഞാനിങ്ങനെ എപ്പോഴും വിചാരിക്കും. മൗണ്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഈ കയറ്റം കയറുമ്പോൾ തല കറക്കം. പിന്നെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ ഫോറസ്റ്റ് അങ്ങനത്തേനൊക്കെ അട്ട, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ. ഇനി ബീച്ചാണെങ്കിൽ വെയിലല്ലേ, ബീച്ച് എങ്ങനെ എൻജോയ് ചെയ്യാനെന്ന് എനിക്കൊരിക്കലും മനസ്സിലാവാറില്ല. അല്ലെങ്കിൽ പിന്നെ വൈറ്റൊക്കെ ആണെങ്കിൽ പോലും നിറയെ മണലല്ലേ, അത് പിന്നെ കളയാൻ നിൽക്കണം, ഡ്രസ്സ് മൊത്തമാവും, ബോഡിയിൽ പിന്നെയും കഴുകിക്കളയാൻ നിൽക്കാം. പിന്നെ അത് കാറിൽ കയറിയാൽ കാറിലാകും.
അല്ലെങ്കിൽ എങ്ങനെ വെച്ചാൽ നമ്മളൊരു യാത്രയ്ക്ക് പോയാലും. അപ്പോൾ ഞാനിങ്ങനെ ഗോവയൊക്കെ പോകുമ്പോൾ എനിക്ക് ബീച്ച് ഒട്ടും എൻജോയ് ചെയ്യാൻ പറ്റാറില്ല. അല്ലെങ്കിൽ പിന്നെ അവിടുത്തെ ഫോർട്ട്, അവിടുത്തെ ഈ ചില സ്ട്രീറ്റൊക്കെ ഉണ്ട് പഞ്ചിമിലൊക്കെ ഉള്ളത്, അതൊക്കെ മാത്രമേ എനിക്കിഷ്ടമുള്ളൂ. അല്ല, അപ്പോൾ ഞാൻ പറയായിരുന്നു അങ്ങനെ ടേൺ കറങ്ങി വന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. ഇത് ആക്ച്വലി വലിയ ടൗണൊന്നുമില്ല എന്നിട്ട് പോലും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നല്ല തണുപ്പാണ് എന്നൊക്കെയാണ് കേട്ടത്. പക്ഷേ മഴയുള്ളതുകൊണ്ട് കഴിഞ്ഞ ദിവസം പാലയിൽ നിന്നൊന്നും ഇങ്ങോട്ട് കടത്തി വിടുന്നില്ല എന്നൊക്കെ കേട്ടിരുന്നു. പക്ഷേ മഴ ഇന്നുണ്ടായില്ല. പിന്നെ അത്ര തണുപ്പും ഇപ്പം ഇല്ല. ഇനി എന്താണ് മുന്നിട്ടുള്ള ദിവസങ്ങളിലെ അവസ്ഥ എന്നറിയില്ല. അതെന്തായാലും നോക്കാം. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഫ്രഷൊക്കെ ആയി ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. യൂഷ്വലി നമുക്ക് പ്രൊഡക്ഷൻ ഫുഡ് കാണും, പക്ഷേ ഇന്ന് പ്രൊഡക്ഷൻ ഫുഡില്ല. എനിക്കൊന്ന് നാളെ മറ്റൊന്നുള്ളൂ പ്രൊഡക്ഷൻ ഫുഡ്. അപ്പോൾ ഞാൻ അവരെന്നോട് ഫ്രൈഡ് റൈസ് ഉണ്ട്, ചില്ലി ചിക്കൻ ഉണ്ട്. എനിക്ക് ഭയങ്കര ഒരു ചൈനീസ് ഫാനല്ല ഞാൻ. അപ്പോൾ ഞാൻ പിന്നെ ഉള്ളത് വെച്ചിട്ട് നാനോ റൊട്ടിയോ കുബൂസോ ബാർബിക്യോ ടിക്കയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും മതി എന്ന് പറയും. അപ്പോൾ എനിക്ക് തോന്നുന്നു ബാർബിക്യോ കുബൂസും മറ്റായിരിക്കും വരുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫുഡ്. കുഴപ്പമില്ല. ഞാനിങ്ങോട്ട് വരുന്ന വഴിക്ക് റാണി എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ കയറിയിട്ട് കഴിച്ചു. പക്ഷെ അവിടുന്ന് ഞാനങ്ങനെ ഫുഡിൻ്റെ വീഡിയോ എടുത്തില്ല. പക്ഷെ അവിടുന്ന് പൊറോട്ടയും എന്താ കഴിച്ചേ, എഗ് റോസ്റ്റ്. എന്നാ ടേസ്റ്റായിരുന്നു എന്നറിയാം, സൂപ്പറായിരുന്നു. ആക്ച്വലി ആ ഹോട്ടൽ കണ്ടാൽ നമ്മൾ ഇത്ര നല്ല ഫുഡായിരിക്കും എന്ന് വിചാരിക്കില്ല. അപ്പോൾ ഇതാണ് ഡിന്നർ. ഞാനിപ്പോൾ ഇത് മൊത്തം കഴിക്കുന്നൊന്നും തോന്നുന്നില്ല. കുറച്ചും കൂടി എന്തെങ്കിലും കഴിച്ചിട്ട് ബാക്കി ഞാൻ കളയും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു യാത്രയുടെ വിശേഷം. എൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്, പ്രണവും മിൻറ്റും. അവരൊക്കെ ചിക്കൻ കഴിക്കുന്നതാണ്. അതിൽ എസ്പെഷ്യലി പ്രണു ക്ലീൻ ആക്കി എടുക്കും. എനിക്ക് ചിക്കൻ കഴിക്കാൻ അറിയില്ല. ഞാൻ ബോൺലെസ് ആണെങ്കിൽ മാത്രമേ കഴിക്കുകയുള്ളൂ. എൻ്റെ കൂടെ അനിയനുണ്ടെങ്കിൽ അവനും ഇതുപോലെയാണ്. എനിക്ക് ചിക്കൻ പിച്ചി ഇട്ട് തരും. മീനാണെങ്കിൽ അച്ഛൻ മീൻ മുള്ളൊക്കെ കളഞ്ഞിട്ട് കഷ്ണങ്ങളാക്കി ഇട്ട് തരും. ഈ റീമാക്കല്ലിങ്ങളുടെ ഒരു വീഡിയോ ഉണ്ടല്ലോ, നിറയെ ട്രോള് കിട്ടിയത്, മത്തി കിട്ടിയത് പോരാന്ന് പറഞ്ഞിട്ട്. എൻ്റെ വീട്ടിൽ നേരെ തിരിച്ചാണ്. 4 മത്തി ഉണ്ടെങ്കിൽ 3 എണ്ണം എനിക്ക് തരും, എന്നിട്ട് ഒരെണ്ണം അവർ 3 പേരുടെ ഷെയർ ചെയ്യും. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും, ഞാൻ എന്തൊരു ദുഷ്ടയാണ്, എനിക്കാണല്ലോ എല്ലാം എൻ്റെ വീട്ടുകാർ തരുന്നത്. അപ്പം അങ്ങനെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു അച്ഛനും അമ്മയും അനിയനുമാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ എപ്പോഴും ദൈവത്തിനോട് അതിന് ഭയങ്കര താങ്ക്ഫുള്ളാണ്.